ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഫെബ്രുവരി 13 ശിവരാത്രിയുടെ തലേദിവസം. ശിവരാത്രിയുടെ തലേദിവസം ഉപവാസം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഭാഗ്യത്തിനും ദാമ്പത്തിക ബന്ധത്തിനും പിന്നെ വീടിൻ്റെ ഐശ്വര്യത്തിനും നല്ലതാണത്രേ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് കുളിച്ച് ഇത് അടുക്കളയിലേക്ക് കയറുന്നുണ്ട്. നമ്മൾ ഭസ്മം തൊടുന്നത് വെള്ളത്തിൽ കലക്കിയിട്ടുമുണ്ട്. ഭസ്മം തൊടാൻ ഡയറക്റ്റായിട്ട് ഭസ്മം തൊടരുത്. അമ്പലത്തിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് അമ്പലത്തിൽ പോയി വ്രതം അനുഷ്ഠിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിൽ പോകണം, കുറച്ച് ദൂരമുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പോൾ ഇത്ര രാവിലെ പോകാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയില്ല. വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ചേണ്ട ഉപവാസം സ്റ്റാർട്ട് ചെയ്തത്. തലേദിവസം തന്നെ സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളും കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അതിനൊക്കെ ഉള്ളത് രാത്രി തന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പണി അത്ര എളുപ്പമാവുമല്ലോ. ശിവക്കുട്ടിന് ഇന്നലെ രാത്രി തന്നെ നല്ലൊരു മേക്കാച്ചിലുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ പനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞാൻ മേലൊക്കെ ഒന്ന് തുടച്ചെടുത്തപ്പോൾ അവന് ഇച്ചിരി ഒരു ആശ്വാസം ഉണ്ടായി. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് അവൻ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവന് കുടിക്കാനുള്ള ചുക്ക് കാപ്പി ഉണ്ടാക്കി വെച്ചു. പിന്നെ നമ്മൾ കുക്കറിൽ കൂർക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി, അത് വെന്തിട്ടുണ്ടായിരുന്നു, അത് ഉണ്ടാക്കി. പിന്നെ ആ കുക്കറിൽ തന്നെയാണ് നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളും വെച്ചത് കേട്ടോ. പിന്നെ ഇത് അവൻ ഉണ്ടാക്കാനുള്ള മരുന്നാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ പനിക്കൂർക്കയും തുളസി ഇലയും കൂടെ വാട്ടി പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് 3 നേരം കൊടുക്കാണ്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ പനിയുടെ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 3-5 ദിവസം കൊടുക്കണം കേട്ടോ. എന്നാലും നമ്മുടെ പനി പൂർണ്ണമായിട്ട് മാറുള്ളൂ. ഇതാകുമ്പോൾ പിന്നെ ഇമ്മ്യൂണിറ്റി പവറും കിട്ടും കേട്ടോ. പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കണത്. അങ്ങനെ കുടിക്കാനായിട്ട് ഭയങ്കര മടിയൊന്നുമില്ല. പിന്നെ അത് അവന് കുളിക്കാനായിട്ട് ഞാൻ പനിക്കൂർക്ക ഇട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് അവനെ കുളിപ്പിച്ചിട്ട് വന്നിട്ട് കുറച്ച് ചുക്ക് കാപ്പിയും കൊടുത്തു. പിന്നെ അവന് ചായക്ക് കൊടുത്തു കേട്ടോ. പിന്നെ അവൻ കുറച്ച് നേരം അങ്ങോട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ.